പ്രിയമുള്ളവരെ, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ 12 ജില്ലകളിലാണ് നമുക്ക് ജില്ലാ കമ്മിറ്റിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള സബ്സിഡറി കമ്മിറ്റിയും ചെറിയ തോതിൽ ആയിട്ടുള്ളൂ. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ ജില്ലാ കോർഡിനേറ്റർമാരെ വെക്കാതെ നിയോജക മണ്ഡലം കോർഡിനേറ്റർമാരെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കണ്ണൂരും. ഈ ജില്ലകൾ മാറ്റി നിർത്താനുണ്ടായ കാരണം, ചീഫ് കോർഡിനേറ്റർ വെക്കാതെ മുന്നോട്ട് പോകാനുണ്ടായ കാരണം, നമ്മൾ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വ്യത്യസ്ത പാർട്ടികളിൽ നിന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ കോട്ടയം, പത്തനംതിട്ട ജില്ലയൊക്കെ നമ്മൾ പെൻഡിങ് വെച്ചിരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ആരംഭിച്ചത് മുതൽ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രസിഡന്റായ സജീവുമായി, അവരുടെ നേതാക്കന്മാരുമായും തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാധ്യതകളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലയിലെ കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് സജി മഞ്ഞക്കടവിന്റെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ്. AITC-യുമായി ബഹുമാനപ്പെട്ട മമതാ ബാനർജിയുമായി ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഞാൻ ആവശ്യപ്പെട്ട വിഷയം അന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതായിരുന്നു. വന്യജീവിയുമായി ബന്ധപ്പെട്ട് 1972 ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ അമെൻമെന്റ് വരുത്തണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം. പാർലമെന്റാണ് ആ വിഷയത്തിൽ സജീവമായി ഇടപെടേണ്ടത്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോഴും ആറളം ഫാമിൽ സമരം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സണ്ണി MLA ഏകദിന ഉപവാസത്തിലാണ്. തലശ്ശേരി പിതാവ് ആദരണീയനായ പാംപ്ലേനി തിരുമേനിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 3 ദിവസം മുമ്പാണ് അവസാനമായി ആറളത്ത് 2 പേരെ ആന ചവിട്ടിക്കുന്നത്. ഈ മാസം തന്നെ ഇന്ന് 26-ാം തീയതിയിലേക്ക് കടക്കുമ്പോൾ 2005-20 പിറന്നതിന് ശേഷം 16ഓളം ആളുകളാണ് വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയമാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ മുമ്പിൽ ആദ്യമായി ഞാൻ വെച്ചതും ഇതിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ആ റിക്വസ്റ്റ് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു നിലയിലാണ് കർഷകർ നേരിടുന്ന വിഷയങ്ങൾ. മറ്റൊരു പ്രധാന വിഷയം നമുക്കറിയാം, റബ്ബറാണ്. റബ്ബർ കൃഷി ഇന്ന് നാട്ടിൽ ആകെ ബാക്കിയായി നിൽക്കുന്ന ആളുകൾ, പിടിച്ചു നിൽക്കുന്ന കർഷകരുടെ എണ്ണത്തിൽ റബ്ബർ കർഷകർ മാത്രമാണ് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുന്നത്. ആ കർഷകരെ സംബന്ധിച്ച് വില വർധനവ് എത്രയോ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്തർദേശീയ മാർക്കറ്റുകളിൽ നിന്ന് ലക്കും ലഗാനുമില്ലാതെ ഇന്ത്യയിലേക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ റബ്ബർ വിലയുടെ ഇതിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ളത്. ആ വിഷയത്തിലും തൃണമൂൽ കോൺഗ്രസിന്റെ ഇടപെടൽ ലോക്സഭയിലും രാജ്യസഭയിലും ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് ആ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ച് ഞാൻ തിരിച്ചു വരുന്നത്. സ്വാഭാവികമായും ആ കാഴ്ചപ്പാടിലാണ് സജി മഞ്ഞക്കടമ്പനുമായി ഈ വിഷയങ്ങൾ സംസാരിക്കുകയും AITC-യുടെ ദേശീയ നേതൃത്വമായി സജിയെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ശക്തമായ നിലപാട് AITC ആ വിഷയത്തിൽ എടുക്കുകയും ചെയ്യും എന്നവർ ഉറപ്പ് നൽകിയത്. അതുതന്നെ മിനിയാന്ന് മഞ്ചേരിയിൽ നടന്ന സംസ്ഥാന ഡെലിഗേറ്റ് മീറ്റ്സിൽ ഡെറിക് ഒബ്രിയാനും അതുപോലെ തന്നെ മഹബൂബ മൈത്രയും വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന, കേരളം നേരിടുന്ന കർഷകരുടെ വിഷയങ്ങൾ, വന്യജീവികളുടെ വിഷയങ്ങൾ അത് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സജി മഞ്ഞക്കടമ്പിലും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന
സംസ്ഥാനത്തെ 14 ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും പ്രവർത്തകരും ഒരുമിച്ച് AITC-യിൽ തൃണമൂലിൽ ചേർന്ന് സംയുക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് പത്രമാധ്യമ പ്രവർത്തകരെ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നത് സജി മഞ്ഞക്കടമ്പിന് പുറമെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാനാണ് സജി മഞ്ഞക്കടമ്പിൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. പിന്നീട് വർക്കിംഗ് ചെയർമാനാണ് ഡോക്ടർ ദിനേശ് കർത്ത. അതുപോലെ തന്നെ പ്രൊഫസർ ബാലുജി വെള്ളിത്തര, വൈസ് ചെയർമാൻ ലവ്ജിൻ, കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, മോഹൻദാസ് അമ്പലാത്തിൽ തുടങ്ങിയ നേതാക്കളാണ്. മറ്റു നേതാക്കളും നിങ്ങളുടെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ള ഒരു പത്രസമ്മേളനമാണ്. ഇതിനോടൊപ്പം എൻ്റെ പുറകിലിരിക്കുന്നത് നിങ്ങൾക്കറിയാം, തൃണമൂൽ കോൺഗ്രസിൻ്റെ ചീഫ് കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് മോഹൻദാസും ഹംസ പറക്കാട്ടും, അഡ്വക്കേറ്റ് മനോജ് കുമാർ, അഡ്വക്കേറ്റ് മനോജ് കുമാർ ഈ പറഞ്ഞത് ആദ്യമായിട്ട് തെറ്റുകയാണ്, മറ്റു ഭാരവാഹികളുമാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ വിശദമായിട്ട് സജി നിങ്ങളോട് വിശദീകരിക്കും. നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം വിശദീകരിക്കേണ്ടതില്ല. ഇപ്പോൾ ഈ പറയുന്ന വന്യമൃഗ ആക്രമണത്തോടൊപ്പം നടക്കുന്ന ഏറ്റവും വലിയ കൊലയാണ് മയക്കുമരുന്ന്. കഴിഞ്ഞ 1-2 മാസങ്ങളിലുണ്ടായ കൊലപാതകങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ അനിയനെയും കുടുംബത്തെയും വല്യുപ്പാനെയും വല്യുമ്മാനെയും ഉമ്മാനെയും കൊല ചെയ്യാനുള്ള മരണത്തിന്റെ ഘട്ടത്തിലേക്കുന്ന 5 പേരെ നമുക്ക് ആർക്കും ചിന്തിക്കാനോ കണക്കാക്കാനോ കഴിയാത്ത വിധമുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അമ്മമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നു മക്കളാൽ, സഹോദരിമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നു സഹോദരങ്ങളാൽ. നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത, കേൾക്കാത്ത, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മയക്കുമരുന്ന് വിതരണത്തിന്റെയും അതിന്റെ ഉൽപാദനത്തിന്റെയും ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു പിണറായി ഗവൺമെന്റ്. ഒരു തർക്കമില്ല. ഏറ്റവും വലിയ വിഷയം, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളെ ഒന്ന് നാളെ ഒരു വിദ്യാലയത്തിലേക്ക്, അങ്ങാടികളിലേക്ക് അയക്കാൻ കഴിയാത്ത വിധമുള്ള ദുസ്സാഹസത ഉണ്ടാക്കിയിരിക്കുകയാണ്. പോലീസും ഗവൺമെന്റും ഒളിച്ചു കളിക്കുകയാണ്. എനിക്കെന്റെ പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരോട്, നിങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ഈ 5 പേരെ കൊന്ന ആ പ്രതിയെക്കുറിച്ച് എന്താ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊരു തെറ്റായ മെസ്സേജാണ് ജനങ്ങളിലേക്ക് വിടുന്നത്. പരിപൂർണമായും മയക്കുമരുന്നിന് അടിമയായ ഒരു വ്യക്തിയാണ് പ്രതി. പോലീസ് പറയുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, ആ അടിച്ചു പൊളിക്കാൻ പണം കിട്ടാത്തത് കൊണ്ട് ഇവരെ കൊന്നതാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ മനം നൊന്നിട്ടാണ്, കടം കയറിയത് കൊണ്ടാണ്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. കടം കയറി ആത്മഹത്യ ചെയ്ത പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പല കുടുംബങ്ങളും 2-3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ എങ്ങനെയാ കാണാൻ? 2 മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് ഭർത്താവ് അവസാനം തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ വിഷം കഴിച്ച് ചാവും. ആരാണോ മറ്റുള്ളവരെ ഈ പ്രയാസത്താൽ കൊലപ്പെടുത്തിയിട്ടുള്ള ആ വ്യക്തിയും സ്വയം മരണപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെയോ ഈ 5 പേരെ അടിച്ചു കൊന്ന് ഈ കോലത്തിലാക്കിയിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നത് അവന്റെ വിരലിൽ അവന്റെ കീ ചെയിനിട്ട് കറക്കിക്കൊണ്ട് സന്തോഷവതനായിട്ടാണ്. എന്ത് ലോജിക്കാണ് പോലീസ് ഈ പറയുന്നതിലുള്ളത്? പരിപൂർണമായിട്ടും ഒരു മയക്കുമരുന്നിന് സ്വയബോധം എന്ന് പറയുന്ന ഒരംശമില്ലാത്ത, താൻ ചെയ്യുന്നതെല്ലാം സന്തോഷപ്രദമാക്കി തോന്നുന്ന ഒരു വ്യക്തിക്കല്ലാതെ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ 5 പേരെ കൊല്ലാൻ കഴിയുമോ? അവിടെ പോലീസ് ഒത്തുകളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രക്തപരിശോധന റിപ്പോർട്ട് അതിൽ മായം ചേർക്കുകയാണ്. കേരളത്തിലെ പൊതുവികാരം ഈ ഗവൺമെന്റിനും ഈ മയക്കുമരുന്ന് ലോബിക്കും എതിരാണ് എന്നതാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് ആദ്യം നൽകിയ പരാതിയിൽ കള്ളക്കടത്തിനോടൊപ്പമുള്ള മറ്റൊരു വിഷയം ഇതാണ്.
കേരളത്തിലെ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ മയക്കുമരുന്ന് സംഘത്തിന്റെ ഭാഗമാണ്. അവർ കച്ചവടക്കാരായി മാറിയിരിക്കുന്നു. അതിന്റെ പല തെളിവുകളും ഞാൻ കൊടുത്തു. ഒരാൾ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരും ചില ഉന്നതരായ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവരും ഈ മയക്കുമരുന്ന് ലോബിയുടെ കച്ചവടക്കാരാണ്. അതിന്റെ ഭാഗമാണ് 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് 5 മനുഷ്യർ ഇന്ന് നമ്മളെപ്പോലെ ജീവിച്ചിരിക്കേണ്ടവരെ സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതൊരു വളരെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് ഈ വന്യമൃഗശല്യം പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യത്തിനെതിരെയും ശക്തമായ സമരം കേരളത്തിലുടനീളം നടത്താനുള്ള ഞങ്ങളുടെ തീരുമാനമുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തക യോഗങ്ങൾ, നേതൃത്വ യോഗം പൂർത്തിയാകുന്നത് കൂടി ഞങ്ങളത് ആരംഭിക്കുന്നതായിരിക്കും. ഈ പാർട്ടിയുടെ ലയനയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സജി മഞ്ഞക്കടമ്പിൽ ഇവിടെ വിശദീകരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 1 വർഷമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ച് NDAയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിന്ന് UDF വിടുകയും UDF വിട്ടപ്പോൾ അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു. ആ കാരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കേരളത്തിലെ എല്ലാ ഇരുമുന്നണികളും എന്നെ സ്വാഗതം ചെയ്തു. പക്ഷേ സ്വാഭാവികമായി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ടും NDAയുടെ നേതൃത്വം സമീപിച്ചതുകൊണ്ടും ഞങ്ങൾ NDAയുടെ ഭാഗമായി പാർട്ടി രൂപീകരിച്ചു, മുന്നണിയിലെടുത്തു എന്നവർ പറഞ്ഞു. പക്ഷേ ഭാഗ്യവശാൽ ഈ 1 വർഷമായി ഒരു NDA യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ എടുത്തു, പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഏതായാലും അത് മാത്രമല്ല, ഞങ്ങൾ പാർട്ടി രൂപീകരിച്ചപ്പോൾ രൂപീകരണ വേളയിൽ പറഞ്ഞിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് റബ്ബറിന്റെ വില താങ്ങുവില പ്രഖ്യാപിക്കും, റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ, അവിടെ പോലെ വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെ മോചിപ്പിക്കുവാൻ, തെരുവുനായ ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ രക്ഷിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന് ചില നിയമ ഭേദഗതി കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ NDA നേതൃത്വത്തിലേക്ക് മുമ്പിൽ അവതരിപ്പിച്ചുവെങ്കിലും അതൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുവാനോ നടത്തിക്കുവാനോ കേരളത്തിലെ NDA നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ നിരാശ ഉണ്ടാക്കി. അതിനുശേഷം നമുക്കറിയാം, ഇവിടെ NDAയുടെ ഭാഗമായ ഘടകകക്ഷികൾ എന്ന നിലയിൽ 14 ജില്ലയിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റികളും പോഷക സംഘടനകളും ഒക്കെ രൂപീകരിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുകയും NDAയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. എങ്കിലും NDAയുടെ ഭാഗത്തു നിന്ന് ഒരു മതിയായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതുമായി ഈ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ചെറിയ കാര്യമല്ല. പക്ഷെ ഞങ്ങളത് വളരെ ഗൗരവപൂർവ്വം ഞങ്ങൾ ആ കാര്യം ഭംഗിയായി നടത്തി. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ 1 വർഷക്കാലം NDAയ്ക്ക് ഗുണകരമായ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ BJP നേതൃത്വത്തെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. BJPക്ക് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. എല്ലാ പാർട്ടിക്കും ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. UDFനും LDFനും ഒക്കെ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അവരുടെ ദോഷങ്ങളല്ല എനിക്ക് പറയുവാണ്. പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ വേണ്ട പ്രോത്സാഹനം തന്ന് രംഗത്തിറക്കിയതിനു ശേഷം തുടർന്ന് അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള പരിഗണനയും പിന്തുണയും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തീരുമാനം എടുക്കുവാൻ കാരണം. അതിനെല്ലാം ഉപരി നമുക്കറിയാം, പ്രിയപ്പെട്ട PV അൻവർ, അദ്ദേഹം നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു MLA ആയിരുന്നെങ്കിൽ ഒരു മന്ത്രിയുടെ പവറുള്ള ഒരു MLA ആയിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി അല്ലെങ്കിൽ അവരുടെ പോക്കിൽ മനമെടുത്ത് അദ്ദേഹം പുറത്തിറങ്ങി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് ഇവിടുത്തെ ജനകീയ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട്
പ്രത്യേകിച്ച് അഴിമതിക്കെതിരെയും അതുപോലെ വന്യമൃഗ ആക്രമണത്തിനെതിരെയും ഒക്കെ മയക്കുമരുന്നിനെതിരെയൊക്കെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങളുടെ പലവട്ട ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഇത് വീണ്ടും വിളിച്ചു ചേർത്തു. ആളുകളുടെ എല്ലാം അഭിപ്രായം അനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ക്ഷണിച്ചിരുന്നു. എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു പാർട്ടി ഞാൻ കഴിഞ്ഞ 10 മാസം 11 മാസമായി ഈ കേരളത്തിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഞാൻ ഈ 14 ജില്ലയിലും അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പലരും എന്നോട് ചോദിച്ചു. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയൊക്കെ മേഖലകളിൽ ഇങ്ങോട്ട് നമ്മളെ സമീപിച്ചു വന്ന ആളുകളെല്ലാം ചേർത്താണ് ഞാൻ കമ്മിറ്റി രൂപീകരിച്ചത്. എല്ലാ ജില്ലയിലും നല്ല കമ്മിറ്റികളുണ്ട്. വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. മുഴുവൻ പേരും ഇത് യോഗത്തിലുണ്ട്. 2 ജില്ലാ പ്രസിഡന്റുമാർ അസൗകര്യം കൊണ്ട് വന്നില്ല പറഞ്ഞിട്ട് എല്ലാവരും പങ്കെടുത്ത് അല്ലെങ്കിൽ വളരെ ഏകണ്ഠമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി ഞാനവിടെ UDF ഇട്ടത് UDF-മായിട്ടുള്ള കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. UDF-ലെ ഒരു കക്ഷിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരുന്നില്ല. പക്ഷെ ഒരു UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ മാനസികമായ ബുദ്ധിമുട്ട് വളരെയേറെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പ്രതികരിച്ചു. ഏതായാലും ഇപ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഇന്നും ഏത് മുന്നണിയിലും പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഏത് മുന്നണിയിലേക്കും നമ്മളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിന്റെ ഫലമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്ന് കേരളത്തിലെ ഇരുമുന്നണികളും എന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ട് സാഹചര്യം ഉണ്ടായി. ഞാനതൊന്നും പറയുന്നില്ല. അപ്പൊ ഏതായാലും ഇപ്പോ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം തൃണമൂൽ കോൺഗ്രസ് ചേർന്ന് പ്രവർത്തിക്കുന്ന മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വരും കാലങ്ങളിൽ ഞങ്ങളുടെ എല്ലാവിധമായ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ബഹുമാനപ്പെട്ട PV അൻവർ അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഇപ്പൊ ഞങ്ങള് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. വിപുലമായ ലയന സമ്മേളനം ഏപ്രിൽ മാസത്തിൽ കോട്ടയത്ത് വെച്ച് നടക്കും. ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന വിപുലമായ ലയന സമ്മേളനം നടക്കുന്നുണ്ട്. കാസർഗോഡ് വന്ന് യാത്ര തിരിച്ചു പോയതാ, അല്ലെ വേറെ അസൗകര്യം പോയല്ല. പുള്ളി തിരിച്ചു മരണമുള്ളതുകൊണ്ട് തിരിച്ചു. അങ്ങനെ 2 അസൗകര്യം പറഞ്ഞ ബാക്കി എല്ലാവരും തന്നെ എത്തി. അല്ല, പെട്ടെന്നുള്ള മുറിപ്പല്ല. ഞാൻ പറഞ്ഞില്ല, NDA-യുടെ ഭാഗമായി അവരെ എന്നെ അന്ന് NDA-യുടെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് NDA കൂടെ ചേർന്നു. അപ്പോൾ എന്നെ വിളിച്ചില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു മറന്നുപോയെന്ന് പറഞ്ഞു. കാരണം ഞാൻ അവിടെ ചെന്നു. പിന്നെ അടുത്ത യോഗത്തിൽ വിളിക്കുമെന്ന്. പക്ഷേ അതിനുശേഷം ഞാൻ പറയാം, ഭാഗ്യവശാൽ NDA യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നില്ല. ഇതുവരെ NDA യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പാർട്ടി ശക്തിപ്പെട്ടപ്പോൾ അതിൽ ചില അസ്വസ്ഥതയുള്ള ആളുകളൊക്കെ ഇന്ന് ഇന്ത്യ മുന്നണിയിലുണ്ട്. അവര് പ്രിയപ്പെട്ട K. സുരേന്ദ്രനെ അല്ലെങ്കിൽ പുറകോട്ട് വലിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നത്. K. സുരേന്ദ്രനുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം. അദ്ദേഹം നല്ല, എനിക്ക് തോന്നുന്നു BJP-യിൽ ഒരു മനുഷ്യപ്പെട്ടുള്ള ഒരു നേതാവാണ് K. സുരേന്ദ്രൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹത്തെ എപ്പോൾ വിളിച്ചാലും ഫോണൊക്കെ എടുക്കും, സംസാരിക്കും. പക്ഷെ അദ്ദേഹത്തിന് തീരുമാനങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തെ ആരൊക്കെയോ മുൻപുള്ള ചില കക്ഷികൾ പെട്ടെന്ന് വന്ന കേരള കോൺഗ്രസിൽ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ ബലപ്പെടുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടാവാം അത്തരത്തിലുള്ള ഒരു അവഗണന ഉണ്ടായെന്ന് കരുതുന്നു. എനിക്ക് ആരോടും പിണക്കമില്ല. ഏതായാലും BJP എന്ന് പറയുന്ന NDA എന്ന മുന്നണി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഉൾപ്പെടുത്തിയെങ്കിലും പൂർണ്ണമായി ഞാൻ പറഞ്ഞു ഉൾപ്പെടുത്തി. നമുക്ക് ഇതുവരെ NDA യോഗത്തിൽ ഉൾപ്പെടുത്തിയ ഒരു കത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല. ഇതുവരെ അതിന്റെ മിനിറ്റ്സ് ലഭിച്ചിട്ടില്ല. ഒരു ഫോണിൽ കൂടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്ന് അറിയിച്ചത് വിളിച്ചാൽ പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് കാര്യം. മറ്റ് വേറെ അനുഭവങ്ങളൊന്നുമല്ല. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മുന്നണിയുടെ ഭാഗമായി അതിശക്തമായി കേരളത്തിലെ കോട്ടയത്തും കേരള രാഷ്ട്രീയത്തിലും ഇടപെട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ഒഴിവാക്കൽ വന്നപ്പോൾ സ്വാഭാവികമായും ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു മാത്രം. ഏതായാലും ആ സമയത്ത് പ്രിയപ്പെട്ട PV അൻവർ അദ്ദേഹം ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളോട് കാര്യങ്ങൾ പറയുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ചിന്താഗതികളും അത് ശരിയാണ് എന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തത്. അല്ല, NDA UDF-നെ അവഗണിച്ചു. ഓക്കെ, സംഭവിച്ചു. UDF-നെ മൊത്തം അവഗണിച്ചില്ല കേട്ടോ. ഞങ്ങളുടെ പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ NDA അവഗണിക്കുക, NDA നമ്മളെ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പം ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട കക്ഷികൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പഴയ കഴിഞ്ഞ ദിവസവും കുറച്ച് പേര് പത്രസമ്മേളനം 12-18 വർഷമായി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പുതിയ ആളുകളെ പരിഗണിക്കുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. ഞങ്ങൾക്ക് ആകെപ്പെടെ കിട്ടിയ പരിഗണന എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ വന്ന പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വരില്ല എന്ന് ഞാൻ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്നു. അല്ല, അത് അന്നേരം തീരുമാനിച്ചിട്ട് എല്ലാവരും ക്ഷണിക്കും. എല്ലാവരും ക്ഷണിക്കും. അല്ല, അതിപ്പോ UDF നേതാക്കളെ ക്ഷണിക്കുമല്ലോ. എല്ലാ പാർട്ടിയുടെ ആളുകളെ ക്ഷണിച്ചാൽ ആ പാർട്ടിയിൽ നിന്ന് ആരെ പറഞ്ഞു വിടുന്നു അവർ വരും. ഇല്ല, UDF അധികാരസ്ഥാനം കിട്ടാനാണോ പണിപ്പോ? അല്ലല്ലോ, UDF അധികാരസ്ഥാനം കിട്ടാതെ ഞാൻ ജില്ലാ ചെയർമാനായിരുന്നു. പക്ഷെ ജില്ലാ ചെയർമാൻ എന്ന് പറഞ്ഞ പദവി, ജില്ലാ പ്രസിഡന്റ് എന്ന പദവിക്ക് അവിടെ യാതൊരു വിലയുമില്ല. ജില്ലാ പ്രസിഡന്റ് വേണമെങ്കിൽ റബ്ബർ സ്റ്റാമ്പ് ആവാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അധികാരത്തിന് വിഷയമല്ല. പാർലമെന്റ് സീറ്റ് കിട്ടാനല്ല ഞാൻ പോയത്. ഞാൻ ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുതൽ ഫ്രാൻസിസ് ജോർജിനൊപ്പം പ്രവർത്തിച്ച് എപ്പോഴാണ് ഇറങ്ങിയത്? നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. വളരെയേറെ വേദനകളുണ്ടായി. ഒരു ജില്ലാ പ്രസിഡന്റ് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ നോമിനേഷൻ കൊടുത്ത് അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളാണ്. ഇവിടെ വന്നപ്പം കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, ഈ ജില്ലയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ ചെയർമാനായ സജി മഞ്ഞക്കടമ്പൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കുരുങ്ങി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പരിപാടി നിർത്തിയത് മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് അധികാരം കിട്ടാണ്ടല്ല. അതെ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹവും ഇടപെട്ടുമെങ്കിലും കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുമൊക്കെ ഉണ്ടായില്ല. അദ്ദേഹത്തിന് തന്നെ ചില പരിഭവങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അദ്ദേഹം മുന്നണി വിടുമെന്നോ ഒക്കെ പറയുന്ന വാർത്തകൾ കേൾക്കുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. ഞാൻ മാധ്യമങ്ങൾ കണ്ടോളൂ. BDJS എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ട്, അവരെ പരിഗണിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു. എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ വിവരങ്ങളില്ല. ഉണ്ടെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ചാനലിൽ പറഞ്ഞു കേട്ടോളൂ. എനിക്കറിയില്ല കേട്ടോ. ഏതാ തുഷാറ്? അത് പറയത്തില്ല. തുഷാർ വന്നാൽ തുഷാറെ സ്വീകരിക്കല്ലേ? ഉറപ്പായിട്ട് സ്വീകരിക്കുന്നു. ഇല്ല, കോൺഗ്രസ് ഉണ്ടല്ലോ. അടിയാ ബാക്കിൽ കോൺഗ്രസ് ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ടാണ് ചേർന്ന്. കേരള എന്നുള്ളത് മാറിയെന്നുള്ളൂ, സാരമില്ല. ഞാൻ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ പാർട്ടി മാറിയിട്ടില്ല. ആദ്യമായിട്ടാണ് മുന്നണി മാറിയത് എൻ്റെ ജീവിതത്തിൽ. പാർട്ടി ആദ്യമായിട്ട് മുന്നണി മാറിയത്. അതെ, കേരള കോൺഗ്രസ് ആയിരുന്നു. പ്രൊമോഷനായി ദേശീയ പാർട്ടി 40 MP-മാരുള്ള പാർട്ടിയിലാണ് ഇപ്പൊ ഞാൻ ചേർന്നിരിക്കുന്നത്. മനസ്സിലല്ലേ? ഞങ്ങള് വലിയ ഒരു പാർട്ടി, ദേശീയ പാർട്ടിയുടെ ആണ് അംഗമായിരിക്കുന്നത്. ഇല്ല, മണസാർ CM സാർ എന്നും ഇവിടെ മനസ്സിലുണ്ടാവും. അല്ല, ഫ്ലെക്സിന് അത് നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. മാണിസാറ് എന്റെ മനസ്സിൽ എന്റെ പ്രിയപ്പെട്ട നേതാവാണ്. മാണിസാറ് CM തോമസ് സാർ എന്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാരാണ്. അവരെ ഞാൻ മരണം വരെയും ഞാൻ അനുസ്മരിക്കും. അവരുടെ അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുക്കും. അവരുടെ ഓർമ്മകളിലൂടെ മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ. തീർച്ചയായിട്ടും 14 ജില്ലകളിലും ഞങ്ങളുടെ കമ്മിറ്റികളുണ്ട്. ബാക്കി തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളായിട്ടുണ്ട്. എല്ലാം സംയുക്തമായി ചേർന്ന് വിപുലമായ കമ്മിറ്റികൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകും. ശക്തമായ പ്രവർത്തനം നടത്തും. ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിലെല്ലാം പ്രതികരിക്കും. ഞങ്ങൾക്ക് അതിനകത്തൊരു ഭയവുമില്ല. പ്രിയപ്പെട്ട PV അൻവർ അവർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി ഇടപെടുന്ന ആളാണ്, പ്രതികരിക്കുന്ന ആളാണ്. അദ്ദേഹത്തോടൊപ്പം കൂടുതൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഞാൻ KSCയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. ഞാൻ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചു നിങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും സമരങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ വെറുതെ ഇരുന്നിട്ടുള്ള ആളല്ല. രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, ജില്ലാ പഞ്ചായത്ത് കുടുംബമൊക്കെ പ്രവർത്തിച്ച കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ അവിടെ നമുക്ക് ഞാനൊരു വിശ്രമിക്കാത്ത ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകരാണ്. ഇനിയും പൊതുരംഗത്ത് സജീവമായി ഉണ്ടാവും. അണികളുടെ എണ്ണം നമുക്ക് കൃത്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജില്ലാ കമ്മിറ്റികളും നിയോജക കമ്മിറ്റികളൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പൊ മണ്ഡല കമ്മിറ്റികളിലേക്ക് ശരിക്കും ഞങ്ങൾ കടക്കുന്നുള്ളായിരുന്നു. എല്ലാ ജില്ലകളിലും നമുക്ക് ഒരു മിനിമം ഒരു 150-200 പേര് വെച്ചുള്ള കമ്മിറ്റികൾ നമ്മൾ എല്ലാ ജില്ലയിലും നിലത്ത് പലവട്ടം കൂടി. ഇനിയിപ്പോ നമ്മുടെ എണ്ണം ആളുകളുടെ എണ്ണം കൂടും. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ കൂടി, യാതൊരു സംശയമില്ല.